ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലുള്ള നല്ല നാടൻ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ദോശമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തലേ ദിവസം അരച്ച് വെച്ച ദോശമാവ് വേണം ഉപയോഗിക്കാൻ. വല്ലാതെ പുളിച്ച മാവ് ആവരുത്. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം. കുറച്ച് കുറുകിയ മാവാണ് നമുക്ക് വേണ്ടത്. മാവ് വല്ലാതെ ലൂസായി പോവരുത്. ഇതിലേക്ക് 1/4 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും വെള്ളമാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. അതായത് 14 ടേബിൾ സ്പൂൺ വെള്ളം. ഈ ഒരു പാകത്തിന് വേണം മാവ് കലക്കിയെടുക്കാൻ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇതിന് ഒരു 5-6 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. നമ്മൾ മാവ് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ കരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3-4 പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പഴം മാവിലൊന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിട്ട് അതൊന്ന് പൊങ്ങി വന്നിട്ട് വേണം അടുത്തതിട്ട് കൊടുക്കാൻ. അതല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. രണ്ടോ 3 മിനിറ്റ് കൊണ്ട് തന്നെ പൊരിഞ്ഞു വരും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് പഴംപൊരി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.